വളരെ ബുദ്ധിമുട്ടാണ്. ടെമ്പറേച്ചർ ജാസ്തിയായി. ചൂടുകാലത്തെ ചായ എങ്ങനെയുണ്ട്? ചൂടത്ത് വിയർക്കും ചായ കുടിച്ചാൽ. വെള്ളമില്ല പറഞ്ഞാൽ പാലക്കാട് ജില്ലയില്ല എന്നുള്ളതാണ് എൻ്റെ പൊതുവായിട്ടുള്ള അഭിപ്രായം. കുളിക്കാനും വലിയ പണിയൊന്നുമില്ല, സോപ്പെടുത്ത് തേച്ചാൽ മതി, അങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വെക്കേഷനായിട്ട് ഇപ്പോൾ 1 മാസത്തോളം ആയി, എന്നിട്ട് തന്നെയാണ് അവസ്ഥ. ചൂട് കാരണം ജനങ്ങൾ റോട്ടിലേക്കില്ല. നല്ല ചൂടാണ്, ഭയങ്കര ചൂടാ. നല്ല ചൂടാ, ചൂട് കൂടുതലാ. യാത്രക്കാർ വളരെ കുറവാണ്. ചൂട് എന്ന് പറഞ്ഞാൽ ഇരുന്ന് കുമറിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ചേട്ടാ ഈ ചൂട് എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട്? ചൂട് നല്ല ചൂടാണ്. ചൂടത്താണ് ബാഗും തൂക്കി ഹെൽമെറ്റ് വെച്ച് ഫുൾ കൈ കെട്ടൊക്കെ പോകുമ്പോഴത്തേനും വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ റോഡ് പണിയും കൂടെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് പിന്നെ വളരെ പാടാണ്. ഭായ് टेम्परेचर कैसे है? टेम्परेचर जास्ती है, ज़्यादा है, बहुत ज़्यादा है, सहन नहीं होता है इधर, बहुत ज़्यादा है टेम्परेचर. आपका स्थिति क्या है? आपका स्थिति क्या है? स्थिति हाल ज़्यादा अच्छा नहीं है. वो ज़्यादा टेम्परेचर होने की वजह से थोड़ा मुश्किल होता है काम करने के. എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ട്? ഭയങ്കര ചൂട് തന്നെ. രാവിലെ ചായ കുടിക്കാൻ ഇറങ്ങിയാണോ? അതെ അതെ, ചായ കുടിക്കാൻ. ചൂടുകാലത്തെ ചായ എങ്ങനെയുണ്ട്? ചൂടത്ത് വിയർക്കും ചായ കുടിച്ചാൽ. കോഴിക്കോട് ബീച്ചാണ്. രാവിലെ തന്നെ കടകളൊക്കെ തന്നെ സജീവമായിട്ട് വരുന്നുണ്ട്. ചേട്ടാ എന്താ ഉണ്ടാക്കുന്നത്? കാടമുട്ട ഒഴിവാണ്. ചൂട് എങ്ങനെയുണ്ട്? അപാര ചൂട്. അപാര ചൂട്. ചൂടുള്ള അടുപ്പത്തിന്റെ അടുത്ത് നിന്നിട്ടാണല്ലോ കാടമുട്ട ഒഴുകുന്നത്. അതപ്പോൾ ജോലിയുടെ ഭാഗമല്ലേ. പുറത്തും ചൂട്. പുറത്തും ചൂട്. പുറത്തും ചൂട്. കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം കുഴപ്പമില്ല. വെക്കേഷൻ ആയിട്ട് കോഴിക്കോട് ബീച്ചിൽ കച്ചവടമുണ്ട്. ചൂട് കൂടിയുണ്ട്, ആളുകൾ വരവ് കുറഞ്ഞു. വൈകുന്നേരം ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, നല്ല കച്ചവടമുണ്ട്. സൂര്യൻ അസ്തമിച്ച ശേഷം അല്ലേ? ഇറങ്ങും. പകലാൾ കുറവാ. പകലാൾ കുറവാണ്. വെള്ളമില്ല പറഞ്ഞാൽ പാലക്കാട് ജില്ലയില്ല എന്നുള്ളതാണ് എൻ്റെ പൊതുവായിട്ടുള്ള അഭിപ്രായം. പിന്നെ പറയുമ്പോൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഈ ചൂട് കാരണം സമയം 8:30 ആയിട്ടുള്ളൂ. 12-1 മണിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. വേർത്തൊലിക്കൽ, കുളിക്കൽ. ഇപ്പോൾ കുളിക്കാനും വലിയ പണിയൊന്നുമില്ല, സോപ്പെടുത്ത് തേച്ചാൽ മതി, അങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പെണ്ണുങ്ങൾ പേഴ്സോ മൊബൈലോ മറന്നാലും വള്ളക്കുപ്പി മറക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഉഷ്ണമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഹ്യൂമിഡിറ്റി, അത് ഉഷ്ണം തന്നെ, അഥവാ ഒരു പുഴുക്കം വരില്ലേ, അതാണ് ഈ വേർപ്പിന് ഉള്ള പ്രശ്നം. വേർത്തൊലിക്കുകയാണ് ജനങ്ങൾ. ഇപ്പോൾ സമയം 8-8:30 ആവണുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളും അനുഭവിക്കുന്നതല്ലേ ഇപ്പോൾ ഇവിടെ നിന്നിട്ടുള്ളത്. അത്ര ചൂടാണ്. ചൂട് കൊണ്ട് കാര്യമില്ല. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിട്ട് എത്ര ചൂടാണെച്ചാലും അതിന് പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ള ആൾക്കാരും പാലക്കാട് ജില്ലക്കാർ. ഇതിപ്പോൾ വെക്കേഷനായിട്ട് ഇപ്പോൾ 1 മാസത്തോളം ആയി, എന്നിട്ട് തന്നെയാണ് അവസ്ഥ. ചൂട് കാരണം ജനങ്ങൾ റോട്ടിലേക്കില്ല. പിന്നെ വൈകിട്ട് ഉണ്ടാവുള്ളൂ ആൾക്കാർ കാണുന്നില്ല. നോക്കി അന്തരീക്ഷം നിങ്ങളെങ്ങനെ കണ്ടോളേ. ഇതാണ് നല്ല ചൂടാണ്, ഭയങ്കര ചൂടാ. ഇത്രയും ചൂടില്ല. പാലക്കാടാണ് കൂടുതൽ ചൂടായിട്ട് തോന്നുന്നത്. കോയമ്പത്തൂർ ഇത്രയില്ല. ഷാളിട്ട് മുഖം മറച്ച് നിൽക്കുക എന്നുള്ളൊരു അവസ്ഥ മാത്രമേ. അതെ 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 അതെ, നല്ല ചൂട്. കോയമ്പത്തൂർ വെച്ച് നോക്കുമ്പോൾ പാലക്കാട് ചൂട് എങ്ങനെയുണ്ട്? പാലക്കാട് ചില ഗംഭീരമായിട്ടുണ്ട്. പാലക്കാട് ഉഷ്ണമാണോ കൂടുതൽ? ഉഷ്ണം അവിടെ വയർക്കില്ല, ഇവിടെ ഉഷ്ണം ഭയങ്കര കൂടുതൽ. ഇതൊന്നും വിഷയമല്ലാട്ടാ. ഞങ്ങളിതൊക്കെ താങ്ങാനുള്ള ഞങ്ങൾക്ക് പ്രതിരോധ ശേഷി ഉള്ളതിനെ കൊണ്ട് പാലക്കാട് ഒരു ഇത് താങ്ങും. വയർക്കുന്നുണ്ടല്ലോ. വയർക്കും. പിന്നെ 45 ഡിഗ്രി ചൂടുണ്ടെങ്കിൽ വയർക്കാണ്ടിരിക്കും ചേട്ടാ. ഇത് താങ്ങും പാലക്കാട്ടുകാർ. എന്നാലും കുറച്ച് പ്രശ്നമാണ് കിട്ടുള്ളൂ ചേട്ടാ. ചേട്ടാ ചൂട് എങ്ങനെയുണ്ട് എറണാകുളത്ത്? നല്ല ചൂടാ, രാത്രിയും പകലും ചൂടാണ്. എത്ര വയസ്സായി? 80 കഴിഞ്ഞു. ഈ പ്രായത്തിനിടയ്ക്ക് ഇത്രയും ചൂടിന് മുമ്പ് അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. രാത്രിയൊക്കെ എന്താ അവസ്ഥ? രാത്രിയും ഭയങ്കര ചൂടാ. ഈ ബസ്സിൽ ഈ സമയത്ത് യാത്ര ചെയ്യേണ്ടി വരുന്നൊരു ബുദ്ധിമുട്ട് എങ്ങനെയാണ്? ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഒരു മരണാവശ്യത്തിന് പോവുകയാണ്, അല്ലെങ്കിൽ പോവില്ല. ഈ നേരത്തിന് ഇറങ്ങില്ല. ഒരു മരിപ്പുള്ളത് കൊണ്ട് ഇപ്പോൾ പോവുകയാണ്, അല്ലെങ്കിൽ ഈ നേരത്തിന് ഇറങ്ങാറില്ല. ചൂട് കൂടുതലാ. നമ്മൾ ഓർത്താറിനല്ല, തൃശ്ശൂർക്കാരനാ. ബസ്സിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണോ? അല്ല. ഇതിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. നമ്മൾ നടത്തണം കൂടുതലുണ്ടാവാറ്, ബസ്സിലങ്ങനെ കയറില്ല. നല്ല ചൂടാണ്. ബസ്സിൽ യാത്ര ബുദ്ധിമുട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ പോകാണ്ടിരിക്കാൻ പറ്റില്ല, അതാണ്. യാത്രക്കാർ വളരെ കുറവാണ്. ചൂട് സമയമാണ്. രാവിലെ 5:30 ഞങ്ങൾ 7:30 വരെ യാത്രയുണ്ട്. പക്ഷേ ആളുമില്ല, ഒടുക്കത്തെ ചൂടാണ്. വെള്ളം കൂടി ഭക്ഷണം കഴിക്കലൊന്നും നടക്കണില്ല. ഭയങ്കര ചൂടാണ്, അസഹനീയം. ഇത്രയും ചൂട് ഇതായിട്ടില്ല തൊട്ട്. ഈ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതൊക്കെ വലിയ പ്രതിസന്ധിയാണ്. വെള്ളം കുടിക്കണം എന്നൊക്കെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പ്. നടക്കാറുണ്ട്. വെള്ളം മാത്രമല്ല, വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരും, അത് കുടിക്കും. തണുത്ത വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടക്ക് തന്നെ കാരണം ചൂടുവെള്ളം കുടിച്ചാണ് നമ്മൾ ഇതായിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈഡ് സീറ്റിലൊക്കെ ഇരിക്കുന്നതിന് യാത്രക്കാർ ബുദ്ധിമുട്ട് പറയാറുണ്ടോ? ഈ വെയിലടിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് പറയാറുണ്ടോ? 3 മണി ആ സൈഡ് മൊത്തം വെയിലായിരിക്കും. അപ്പോൾ ആൾക്കാരെല്ലാം ഈ സൈഡിലേ ഇരിക്കുകയുള്ളൂ. ആളും കുറവാണ്, ആൾ തീരെയില്ല. എല്ലാവരും സ്വന്തം വണ്ടിയൊക്കെ ഉപയോഗിച്ചൊക്കെയാണ് പോകുന്നത്. ചേട്ടാ ഈ ചൂട് എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത്? കനത്ത ചൂടാണ്. കാസർഗോഡ് എങ്ങനെയാണ്? നല്ല ചൂടാണ്.
ഇവിടെ വണ്ടി ഇപ്പോൾ വെക്കാൻ പറ്റില്ല. ആടെയാണ് മുമ്പേ വെച്ചുകൊണ്ടായത്. ഇപ്പോൾ ഈ പാലം ഇല്ലതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. മരണച്ചൂട് ഇത് പാലത്തിന്റെ താഴെ വയ്ക്കുന്നത് ഈ ചൂട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. ഓട്ടത്തിൽ എങ്ങനെയാണ് ആൾക്കാരൊക്കെ ഓട്ടോറിക്ഷയിൽ കയറുന്നുണ്ട്? ഓട്ടം നന്ന കുറവാണ്, ആരും വരുന്നില്ല. ചൂടായതുകൊണ്ട് പുറത്തേക്ക് ആൾക്കാർ ഇറങ്ങിയിരുന്നില്ല. ചേട്ടാ, ഈ ചൂട് എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത്? അയ്യോ ഭയങ്കര ചൂടാട്ടോ. ചൂട് എന്ന് പറഞ്ഞാൽ ഇവിടെ കുമറിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ചൂട് ഭയങ്കരമാണ്. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ വണ്ടി പണിയൊക്കെ നിർത്തി വീട്ടിൽ AC എവിടെയെങ്കിലും പോയി കുത്തിരിക്കേണ്ടി വരും. വെള്ളമൊക്കെ കൊണ്ടുവന്ന എങ്ങനെയാണ് ഈ പ്രതിരോധിക്കാൻ എന്താ ചെയ്യുന്നത് ചേട്ടൻ? പ്രതിരോധിക്കാൻ തണുത്ത വെള്ളം കുടിക്കുക, ഓവർ കുടിക്കുന്ന തന്നെ വെള്ളം. മറ്റേ വലിയ വേറെ ഇതൊന്നുമില്ല. ഭയങ്കര ചൂടിൻ്റെ അവസ്ഥ പറഞ്ഞാൽ ഇപ്പോൾ മേലും കയ്യിലും പറ്റ ചൊറിയാൻ തുടങ്ങി. അത്രയ്ക്കും ചൂടാണ്, പൊടിമണ്ണും ഈ ചൂടും.